യെശയ്യാവിന് മനസ്സിലായി, ഇത് എനിക്ക് വേണ്ടിയല്ല ഞാനിത് പ്രവചിക്കുന്നേ. ഇരമ്യാവിനും എവെസ്കേലിനും ദാനിയേലിനൊക്കെ മനസ്സിലായി, ഈ പ്രവചിക്കുന്നത് യേശുവിനെ കുറിച്ച്, അഥവാ വെളിപ്പെടാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച്, കൃപയെക്കുറിച്ച് ഞാൻ പ്രവചിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ഞാൻ പ്രവചിക്കുന്നത് നിങ്ങൾക്കായിട്ടത്രേ. ആർക്കാ ഈ നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? പറഞ്ഞേ, നമ്മൾ. പറഞ്ഞേ, എന്നെ. ഇത് എന്നെയാ ഉദ്ദേശിക്കുന്നേ. പറയാൻ പറ്റുമോ? ഇത് എന്നെ ഉദ്ദേശിക്കുന്നേ, ഇത് എന്നെ കുറിച്ചാ ഉദ്ദേശിക്കുന്നേ. അടുത്ത്, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തിലേക്കാ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നേ? ഈ സുവിശേഷം. എന്താണ് സുവിശേഷം? 2024 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വന്ന് തന്റെ 33.5 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ച് 3.5 കൊല്ലത്തെ പരസ്യ ശുശ്രൂഷ അവസാനിപ്പിച്ച് കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്, സ്തോത്രം, തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് ചില പ്രവർത്തികളാൽ താൻ അത് വെളിപ്പെടുത്തി. അവർ കാണുകെ സ്വർഗാരോഹണം ചെയ്ത് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്കായി മധ്യസ്ഥത ചെയ്യുന്നു. നമുക്ക് വേണ്ടി പുത്രനാകുന്ന കർത്താവ് മധ്യസ്ഥത ചെയ്യുന്നു എന്നുള്ളത് തന്നെ സുവിശേഷം. അതാണ് സുവിശേഷം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുവാണ് സുവിശേഷം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. പ്രസംഗമല്ല സുവിശേഷം, ഉപവാസ പ്രാർത്ഥനയല്ല സുവിശേഷം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില രോഗശാന്തി അല്ല സുവിശേഷം. ആമേൻ, സ്തോത്രം. ആമേൻ. നന്മയും അനുഗ്രഹവും അല്ല സുവിശേഷം. എന്താണ് സുവിശേഷം? ഒരു സംഘടനയല്ല സുവിശേഷം, ഒരു പാസ്റ്റർ പേരല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് യേശുവാണ് സുവിശേഷം. ആ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ആ സുവിശേഷം ഒരുവന്റെ ജീവിതത്തിൽ വരുമ്പോൾ അവന്റെ ജീവിതത്തെ തിരിക്കുന്നതും അവന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്നതും അവന്റെ ജീവിതത്തിൽ മാനസാന്തരം വരുത്തുന്നതും ഇത് മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അല്ലേ? എന്ന് വെച്ചാൽ ഈ സുവിശേഷം വന്നത് എനിക്ക് വേണ്ടിയാ എന്ന അത് ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു. ആ വിഷയം ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ വസിക്കുന്ന, ദൈവത്തോടു കൂടെ വസിക്കുന്ന, ദൈവ സാന്നിധ്യത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന, മഹത്വത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഈ ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുക. എന്തിനായി ദൂതന്മാര് കുനിഞ്ഞു നോക്കുന്നേ? അവർക്ക് കിട്ടാത്ത സുവിശേഷം, അവർക്ക് കിട്ടാത്ത സുവിശേഷത്തിന്റെ സന്തോഷം, അവർക്ക് കിട്ടാത്ത സുവിശേഷത്തിന്റെ മഹത്വം, അവർക്ക് കിട്ടാത്ത സുവിശേഷത്തിന്റെ വിടുതൽ. ആമേൻ, സ്തോത്രം. ശേഷം മനുഷ്യരായ നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം എടുത്ത് നിർമ്മിച്ച, ദൈവം എടുത്തുണ്ടാക്കി ജീവശ്വാസമൂതിയ എനിക്കും നിങ്ങൾക്കും ഈ സുവിശേഷം കിട്ടിയത് കൊണ്ട് സ്വർഗത്തിലെ ദൂതന്മാർ നമ്മെ കുനിഞ്ഞു നോക്കുകയാണ്. ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർക്ക് പോലും കിട്ടാത്ത ഒരു മഹത്ഭാഗ്യം, സ്വർഗത്തിൽ വസിക്കുന്ന ദൂതന്മാർക്ക് പോലും കിട്ടാത്ത ആ മഹത്വമേറിയ ഭാഗ്യം, ഹല്ലേലൂയ, ആ മഹത്വമേറിയ കൃപ, ആ മഹത്വമേറിയ സുവിശേഷം നമുക്ക് ലഭിച്ചത് കൊണ്ട് ഇന്ന് രാത്രി ഭാരപ്പെട്ടിരിക്കുകയല്ല, ആത്മാവിൽ ആനന്ദിക്കുക. ദൂതന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം, ദൂതന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം. ആമേൻ, ആമേൻ. നീ സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ പലരും നിന്നെ പരിഹസിക്കുന്നുണ്ടാകാം. നീ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലെ പലരും നിന്നെ പരിഹസിക്കുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ആമേൻ, ഈ സുവിശേഷമെന്ന്, ഈ മഹത്ഭാഗ്യം, ഈ സ്വർഗ
സ്വർഗീയ ഭാഗ്യം നിനക്ക് ലഭിച്ചെങ്കിൽ, ഒരുപക്ഷെ ഈ ലോകത്ത് നിനക്ക് പ്രതിഫലം ലഭിച്ചില്ല എങ്കിലും ഉയരത്തിൽ നിന്ന് സ്വർഗാതി സ്വർഗത്തിൽ നിന്ന് നിനക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ദുഃഖിക്കേണ്ട സമയമല്ല, ഇത് ഭാരപ്പെട്ടിരിക്കേണ്ട സമയമല്ല, ഇത് വേദനിക്കേണ്ട സമയമല്ല, ഇത് നിരാശപ്പെടേണ്ട സമയമല്ല, ഇത് പകർന്ന് നുറുങ്ങിയിരിക്കേണ്ട സമയമല്ല, ഇത് സന്തോഷിക്കേണ്ട സമയമാണ്. കാരണം സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും കിട്ടാത്ത, അവർ കുനിഞ്ഞു നോക്കത്തക്കവണ്ണം, അവർ കുനിഞ്ഞു നമ്മെ നോക്കത്തക്കവണ്ണം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന, ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൂതന്മാർക്ക് പോലും കിട്ടാത്ത, ഏഞ്ചൽസിന് പോലും കിട്ടാത്ത ആ ഭാഗ്യം നിനക്ക് സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് ഇത് അടങ്ങിയിരിക്കേണ്ട സമയമല്ല. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ചുമ്മാതെയല്ല അപ്പോസ്തലനാകുന്ന പൗലോസ് കഴുത്തോളം വെള്ളത്തിൽ കിടക്കുമ്പോഴും, ചങ്ങലയിൽ കിടക്കുമ്പോഴും, പട്ടിണിയിൽ കിടക്കുമ്പോഴും, ഉറക്കമില്ലാതെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴും പൗലോസ് ഇങ്ങനെ എഴുതി വെച്ചു. പൗലോസ് സഭയോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. വെറുതെ പറയുന്നതല്ല, ആ സന്തോഷം അദ്ദേഹം അനുഭവിച്ചിട്ടാ പറയുന്നേ. ഇന്ന് രാത്രി ചങ്ങലയാണെങ്കിലും പറയാൻ പറ്റുമോ? സന്തോഷിപ്പീ, സന്തോഷിപ്പീ. പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും വിളിച്ചു പറയാൻ പറ്റുമോ? കഴുത്തോളം പ്രതിസന്ധി നിൽക്കുമ്പോഴും, കഴുത്തോളം പ്രതികൂലം നിൽക്കുമ്പോഴും, കഴുത്തോളം ബാധ്യതകളുടെ നടുവിൽ നിൽക്കുമ്പോഴും, കഴുത്തോളം പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും ഇന്ന് രാത്രി വിളിച്ചു പറയാൻ പറ്റുമോ? എപ്പോഴും സന്തോഷിക്കുക, സന്തോഷിക്കുക. കാരണം ദൂതന്മാർക്ക് കിട്ടാത്ത ഭാഗ്യം എനിക്ക് നിനക്ക് ലഭിച്ചിരിക്കുന്നു.